കാരണം സാറേ, നമ്മുടെ ഈ പാടി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ പേരിൽ പുതുപ്പുള്ളൊരു മെഡിക്കൽ സ്റ്റോറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അത് പൊതുജനങ്ങൾക്ക് അത് എങ്ങനെ ഉപകാരപ്രദമാകുന്നുള്ളതിനെ അതിൻ്റെ കാര്യങ്ങളൊന്നും. പുതുപ്പള്ളി പാടി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആ കമ്മിറ്റിയുടെ ഒരു ചെയർമാനാണ് ഞാൻ. പാടി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ബെസ്റ്റ് ഹോട്ടലിന് അപ്പുറയായിട്ട് വളരെ വിശാലമായ ഇടത്ത് വളരെ ഹൈജീനിക്കായ കണ്ടീഷനിൽ നടക്കുന്നുണ്ട്. ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 17 മുതൽ 40% വരെ വിലക്കുറവിൽ മരുന്നുകൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ബൾക്കായിട്ട് എടുക്കുന്ന ആളുകൾക്ക് അതിൽ കൂടുതലും ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. പേഴ്സണലായിട്ട് അങ്ങനെ അധിക ക്വാണ്ടിറ്റി ആവശ്യമുള്ള ആളുകൾക്ക് മാനേജ്മെൻറ്റിനെ സമീപിച്ചാൽ വ്യക്തമായ ഒരു സഹായം ആവശ്യമുള്ളിടത്ത് എല്ലാം നമ്മൾ ഇടപെടാനായിട്ട് തയ്യാറാണ്. അതുകൊണ്ട് ഏത് നീതി മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതിനേക്കാളും മെച്ചപ്പെട്ട വിലക്കുറവിൽ ഈ പുതുപ്പള്ളി പാടി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ മരുന്ന്, ഇൻസുലിന്, അതുപോലെയുള്ള മെഡിക്കൽ മാത്രമല്ല നോൺ മെഡിക്കലായിട്ടുള്ള ചില ഐറ്റംസ് ഉണ്ട്, ആയുർവേദം, ഇതെല്ലാം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പൊതുജനങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. ഇവിടെ ധാരാളം മെഡിക്കൽ സ്റ്റോറുകളുണ്ടെങ്കിലും ഏറ്റവും വില കുറച്ച് മരുന്ന് കിട്ടുന്ന പാടി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നീതി മെഡിക്കൽ സ്റ്റോർ ഇവിടെയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം, അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇത് പുതുപ്പള്ളി കവലയിൽ പാടി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളി ബെസ്റ്റ് ഹോട്ടലിന് സമീപമായിട്ട് പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ. നിങ്ങൾക്കെല്ലാം അറിയാം, ധാരാളം വിലക്കിഴിവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ കിട്ടുന്ന പുതുപ്പള്ളിയിലെ ഒരു സ്ഥാപനമാണ്. ഇതൊരു സൊസൈറ്റിയുടെ കീഴിലായതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഡിസ്കൗണ്ട് മരുന്നിന് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ അകത്തൊന്ന് കയറിയപ്പോഴത്തേനാണ് ഇത്രയും മരുന്ന് സ്റ്റോക്കുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ നമ്മുടെ സമീപ പ്രദേശത്ത് എങ്ങും കാണത്തില്ല. കാരണം നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് കയറാം. മരുന്നുകളുടെ ഒരു കലവറ തന്നെയാണ്. ഞാൻ ഇവിടുന്ന് മരുന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്തൊന്ന് കയറുന്നത്. ഇത്രയും സ്റ്റോക്ക് ഉണ്ടെന്നുള്ള വിവരം ഇന്നാണ് മനസ്സിലായത്. ഇതുപോലെ തന്നെയാണ് പൊതുജനങ്ങൾക്ക് ഇതുപോലെ അവർക്കെൻ്റെ അറിവിലേക്കാണിത്. വലിയ ഒരു മെഡിക്കൽ സ്റ്റോർ തന്നെയാണ്. ധാരാളം സ്റ്റാഫുകളൊക്കെ ഉണ്ട്. പുറകിലൊരു ഗോഡൗൺ ഉണ്ട്, മരുന്നെല്ലാം സ്റ്റോക്ക് ചെയ്യുന്ന അവിടെയുണ്ട്. ധാരാളം മരുന്ന് ഉണ്ട് കേട്ടോ. എല്ലാ വിധത്തിലുള്ള മരുന്നുകളും ഇവിടെ സ്റ്റോക്കുണ്ട്. ഇവിടുത്തെ ഡിസ്കൗണ്ടിനെ പറ്റി ഒന്നും നമുക്കങ്ങനെ അറിയത്തില്ലായിരുന്നു. ഈ മെഡിക്കൽ സ്റ്റോറിൽ വിലക്കുറവാണെന്നുള്ളത് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഇത്രയും വില വ്യത്യാസങ്ങളും വെളിയിലത്തെ മരുന്നും ഇവിടുത്തെ മരുന്നുമായിട്ടുള്ള വ്യത്യാസം ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നമുക്കിതിൻ്റെ ചുമതല വഹിക്കുന്ന 2 പേരുണ്ട്, അവരോട് കാര്യങ്ങളെല്ലാം ചോദിക്കാം. നമുക്കിതിൻ്റെ ചുമതലക്കാരോട് തന്നെ ഇതിൻ്റെ വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഈ മെഡിക്കൽ ഷോപ്പിന്റെ അതെ, ശരിയാ. നമ്മുടെ ഈ നീതി മെഡിക്കൽസ് എന്ന് പറഞ്ഞ പുതുപ്പള്ളി ആകെ ഈ ഒരു സ്ഥാപനമുള്ളൂ? പുതുപ്പള്ളി കവല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ എനിക്ക് 1-2 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഈ മരുന്നിനൊക്കെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം എങ്ങനെയാണെന്നറിയോ? 30%, ഏറ്റവും മിനിമം 15% മുകളിലേക്ക്. മഞ്ജു 14% നമ്മൾ കൊടുക്കുന്നു.
14% വരെ കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ആൾക്കാർക്ക് വളരെയധികം. അല്ല, ഇതിന്റെ പേരും പറഞ്ഞ് പല മെഡിക്കൽ ഷോപ്പുകളും പുതുപ്പള്ളി പരിസരത്തൊക്കെ സമയപ്രദേശങ്ങൾ ഇതിന്റെ ബ്രാഞ്ചാണ്, ഇതിന്റെ സഹോദര സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞ് അത് ജനങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചറിയുന്ന പ്രത്യേകിച്ച് ഇത് നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കടയില് ഇത് വേറൊരു മെഡിക്കൽ സ്റ്റോർ വന്നിട്ടുണ്ട്. ആൾക്കാരെ വിചാരം ഇതിന്റെ ബ്രാഞ്ചാണോ അതോ ഇത് തന്നെയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അല്ല, ഈ പല മെഡിക്കൽ സ്റ്റോർ ഇപ്പൊ നീതി മെഡിക്കൽസ് എന്ന് പറഞ്ഞ പല പേരിൽ ഇങ്ങനെ വരുന്നത്. നീതി മെഡിക്കൽസ് അങ്ങനെ വെക്കാനൊക്കത്തില്ല. ശരിക്കും ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന നീതി മെഡിക്കൽസ് മാത്രമേ നീതി മെഡിക്കൽസ് എന്നുള്ള അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമേ നീതി മെഡിക്കൽസ് കൊടുക്കാനൊക്കെ. നമ്മുടെ ഈ പുതുപ്പള്ളി കവലയിൽ ഈ ഒരെണ്ണം സ്ഥാപനം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും 14% തൊട്ട് മുകളിലേക്കാണ് ഞങ്ങൾ എല്ലാ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് വില കൂടിയ മരുന്നുകളൊക്കെ നല്ല ഇപ്പം പുതുപ്പള്ളി കവലയിൽ നീതി മെഡിക്കൽസ് എന്നുള്ള പേരിൽ ഈ സ്ഥാപനം മാത്രമേ ഉള്ളെന്നാണ് അതിൻ്റെ ചുമതലക്കാർ പറയുന്നത്. മരുന്ന് വാങ്ങിച്ചു 1792 രൂപയുടെ മരുന്ന് വാങ്ങിച്ചു. ഞാൻ സ്ലിപ്പ് കൊണ്ട് അവിടുന്ന് ഡോക്ടറെ കണ്ട് അപ്പോൾ അവിടെ തന്നെ മരുന്ന് വാങ്ങിക്കേണ്ടി വന്നു. ആ മരുന്ന് ഇപ്പോൾ വന്ന് നോക്കി 1450 രൂപ 1052 രൂപ വരുന്നു. വ്യത്യാസം വരുന്നുണ്ട്. അപ്പം എൻ്റെ അനുഭവം പറഞ്ഞു. ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഒരാൾ മരുന്ന് വാങ്ങിച്ചു. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അതെനിക്കൊന്ന് ഷുഗറിന് മരുന്നാണ്. പുറത്ത് 1000 രൂപയുടെ മരുന്നിന് ഇവിടെ 850 രൂപ വ്യത്യാസം വരുന്നുണ്ട്. അത് പൊതുജനങ്ങൾ അറിയുന്നില്ല, ഇത് സംഭവം അറിയുന്നില്ല. ഇതെങ്ങനെ ഈ നീതി ഇത് ട്രസ്റ്റാണ് എങ്ങനെ? ഇതിപ്പം പിന്നെ പുതുപ്പള്ളി പാഡി ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസ് നമ്മുടെ തെങ്ങാർ റോഡിലാണ്, പുതുപ്പള്ളിയുടെ സമീപത്താണ്. അപ്പൊ ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയാണ്. ഇത് 11 പേരടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് ഭരണം നിർവഹിക്കുന്നത്. അവിടെ ട്രീറ്റ്മെന്റ് അങ്ങനെ അവിടെ അത് പാലിയേറ്റീവ് നമ്മളെ ഒരു റൂം സെറ്റ് ചെയ്ത് പാലിയേറ്റീവ് പാലിയേറ്റീവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതവിടെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇപ്പോഴത്തെ ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ പ്രൊഫസർ സി മാമച്ചൻ, കേരള മധ്യവർജന പ്രസ്ഥാനത്തിന്റെ ഒക്കെ വലിയൊരു വർക്ക് ചെയ്യുന്ന ആളാണ്. മന്ദിരത്തിനടുത്താണ് അത് താമസിക്കുന്നത്. പ്രൊഫസർ സി മാമച്ചൻ അദ്ദേഹമാണ് ഇപ്പോഴത്തെ അതിന്റെ പ്രസിഡന്റ്. ശ്രീ ബിപിൻ ജോസഫാണ് ഇപ്പോഴത്തെ ചുമതല വഹിക്കുന്ന ആള്. ഹോം ഡെലിവറി മരുന്നൊക്കെ അങ്ങനെ ഹോം ഡെലിവറി പറയുന്നതനുസരിച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അധികം ആൾക്കാർക്ക് അത് അറിയുന്നില്ല. ഹോം ഡെലിവറി നമുക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ ലഭിക്കാത്ത മരുന്നാണെങ്കിലും അത്യപൂർവമായ മരുന്നാണെങ്കിലും നേരത്തെ നമുക്ക് പറയുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കാം. അതിന് ഡിസ്കൗണ്ടും കിട്ടും. പുറമെ ഉള്ളതിനേക്കാളും വളരെയധികം ലാഭത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വളരെയധികം നല്ല വിശാലമായ ഇതിന്റെ അകത്ത് കയറിയപ്പോഴത്തന്നെ ഇത്ര ഒരു ഷോപ്പ് വലിയ ഷോപ്പാണല്ലോ നമുക്ക്. ഇതുപോലൊരു ഷോപ്പ് സമീപം, കാരണം മിക്ക ഷോപ്പുകളും മെഡിക്കൽ ഷോപ്പുകളും ഇത്ര ഒരു ചെറിയ മുറിയുള്ളൂ. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്ന് സ്വന്തമായിട്ട് ചലിക്കാൻ പോകുന്ന പറ്റത്തില്ല. ഇവിടെ ആൾക്കാരാണ് കൃത്യമായിട്ട് നമ്മൾ 8 മണിക്കൂർ ഡ്യൂട്ടി കൊടുക്കും. മറ്റുള്ള ഷോപ്പിനെ പോലെ 10 മണിക്കൂർ 12 മണിക്കൂർ ഒന്നുമില്ല. കൃത്യമായ മതിയായ സ്റ്റാഫുണ്ട്. എല്ലാ സ്റ്റാഫിനും നമ്മൾ 8 മണിക്കൂർ. ഇതെപ്പോഴാണ് രാവിലെ തുറക്കുന്ന സമയം? 8:30 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നതാണ്. എന്തായാലും ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എവിടെ സ്ഥലം? എവിടെ? സാധാരണ ഒരു മെഡിക്കൽ ഷോപ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ മരുന്ന് അവിടെ കാണുകയില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാകും. പക്ഷേ ആർക്കും ഇവിടെ ഒരു കൺഫ്യൂഷനും വേണ്ട. എല്ലാ മരുന്നുകളുടെ സ്റ്റോക്ക് ഇവിടെയുണ്ട്. മരുന്ന് ഇല്ലാത്ത മരുന്ന് ഇവർ ഓർഡർ കൊടുത്ത് ഇവരെ എത്തിച്ചു കൊടുക്കുന്ന ഇതുമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർ പാർക്കിങ് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമുക്കിതിൻ്റെ പ്രസിഡൻ്റായ മാമൻ സാറുണ്ട്, മന്ദിരത്തിൻ്റെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പം മധ്യവർജന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു തലവനാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തെ കണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഏത് നീതി മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതിനേക്കാളും മെച്ചപ്പെട്ട വിലക്കുറവിൽ ഈ പുതുപ്പള്ളി പാഡി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ മരുന്ന്, ഇൻസുലിന്, അതുപോലെയുള്ള മെഡിക്കൽ മാത്രമല്ല നോൺ മെഡിക്കലായിട്ടുള്ള ചില ഐറ്റംസ് ഉണ്ട്, ആയുർവേദം, ഇതെല്ലാം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പൊതുജനങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് തന്നെ എരമല്ലൂർ പ്രവർത്തിക്കുന്നത് അത് ഓഫീസാണോ? എരമല്ലൂർ പിന്നെ പുതുപ്പള്ളി പള്ളിയുടെ മുമ്പിലുള്ള കൊച്ചുപള്ളിക്ക് മുമ്പിലുള്ളത് നീതി മെഡിക്കൽസിൻ്റെ
മാതൃസ്ഥാപനമായിരിക്കുന്ന പാടി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഓഫീസാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഫ്രീ ട്രീറ്റ്മെൻറ്റിനുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, MBBSകാരല്ല, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സാന്നിധ്യവും സൗജന്യമായ മരുന്നും അവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ കീറാമുട്ടിയായ ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ദിവസം മനസ്സിലാക്കി ആ ദിവസത്തിൽ ആ ഡോക്ടർമാരെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വലിയ ഭീമമായ സംഖ്യ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതിന് പകരമായിട്ട് അവിടെ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ മരുന്നും ഫ്രീ കൺസൾട്ടേഷനും കിട്ടുന്നതാണ്. അപ്പോൾ സാറ് വേറെ എന്തോ മദ്യവർജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലയും കൂടെ വഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ്. മദ്യവർജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. സർക്കാരിൻ്റെ മദ്യനയത്തിനെതിരെയുള്ള പോരാട്ടങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിലെ മുഖ്യ ഇനം. എന്നാൽ ഞാനത് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് അത്തരം പ്രവർത്തനങ്ങളൊന്ന് ചുരുക്കിയിട്ട് ഞാനിപ്പോൾ ഒരു ആളാമ്പ്രതി വേലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മദ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ചു പോയ, മദ്യം കൊണ്ട് മുടിഞ്ഞു പോയ കുടുംബങ്ങളെ പ്രഭാതത്തിൽ 5 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് സന്ദർശിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒപ്പം അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം 2014 ഏപ്രിൽ 20-നാണ് ഇത് ആരംഭിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം 2024 ഏപ്രിൽ 21-ന് പുതുപ്പള്ളി പള്ളിയിലെ സ്റ്റേജിൽ വെച്ച് 10 വർഷം പൂർത്തിയാക്കിയ ചടങ്ങൊക്കെ നടന്നു. ഇപ്പോൾ 8,000-ഓളം ഭവനങ്ങൾ സന്ദർശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ 8,000 പേരെ കണ്ടെങ്കിലും അത് വലിയ ആശയ്ക്ക് വകയില്ലാത്ത വിധം 1,000 പേരിൽ താഴെയുള്ള ആളുകളെ മാത്രമേ നമുക്ക് ലഹരിയിൽ നിന്ന് വിട്ടു നിർത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ചോർന്നു പോയി. ആ ചോർന്നു പോയവരെ ഓർത്ത് വേദനിക്കുകയും അവരുടെ പുറകെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയും വിട്ടുകളഞ്ഞിട്ടില്ല. ഈശ്വരൻ ആരെയും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കും അങ്ങനെ വിട്ടുകളയാൻ അവകാശമില്ല എന്നാണ് നമ്മുടെ പൊതുവായ ധാരണ. ട്രീറ്റ്മെൻറ്റ് യാതൊരു തരത്തിലുള്ള മരുന്നില്ല, മന്ത്രമില്ല, മതം മാറ്റമില്ല, യാതൊരു തരത്തിലുള്ള മറ്റിടപെടലുകളുമില്ല. ആകപ്പാടെ ഒന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും ഇതിൻ്റെ കൂട്ടങ്ങൾ നടക്കുന്നുണ്ട്. 6:45 മുതൽ 8 മണി വരെയുള്ള 1.25 മണിക്കൂർ സമയമാണ് ആ കൂട്ടം. അതെവിടെ വെച്ച് നടക്കുന്നത്? 22 സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. പുതുപ്പള്ളിക്ക് ചുറ്റുവട്ടത്താണ് ഈ 22 സ്ഥലങ്ങളും. തെങ്ങണ മുതൽ ഇങ്ങോട്ട്, പിന്നെ ഏറ്റുമാനൂർ മുതൽ ഇങ്ങോട്ട് പാമ്പാടി വരെയുള്ള പ്രദേശങ്ങളിലാണ് ഈ 22 കൂട്ടായ്മകൾ നടക്കുന്നത്. കൂടാതെ സൂം പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും 6:30-ക്ക് ഏത് രാജ്യത്തു നിന്നും കയറത്തക്ക പാകത്തിൽ ഇതിന്റെ സൂം പ്ലാറ്റ്ഫോം മീറ്റിംഗും നടക്കുന്നുണ്ട്. അതിലൂടെ രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഈ കൂട്ടത്തിലുണ്ട്. വളരെയധികം സന്തോഷമായി അതും മുന്നോട്ട് പോകുന്നു. ഇന്നിവിടെ എന്താ മീറ്റിംഗ് വല്ലതും ഉണ്ടോ? ഇന്ന് ഇവിടുത്തെ പിന്നെ അഗതി മന്ദിരത്തിൽ ഉണ്ടവപ്പാടം മന്ദിരങ്ങളുടെ ഓണാഘോഷമായിരുന്നു. അത് കഴിഞ്ഞിന്ന് ഇതിൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ്, 1 വർഷത്തെ കണക്കും റിപ്പോർട്ടും ഒക്കെ പാസ്സാക്കാനുള്ള ഒരു ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒരു മെമ്പറാണ്. ആ മെമ്പർ എന്നുള്ള നിലയിൽ ആ ചുമതല നിറവേറ്റാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പം വളരെ ഇത്രയും വിവരങ്ങളൊന്ന് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. സന്തോഷം.